ഫലസ്തീനികളെ ആട്ടിപ്പായിച്ച് ഗസ പിടിച്ചടക്കാനുള്ള ട്രംപിന്റെ പദ്ധതിക്ക് ആരൊക്കെയാവും കുടപിടിക്കുക എന്നത് ഇനിയും തെളിഞ്ഞു വരേണ്ട കാര്യമാണ്. ജോർദാൻ ചില ഒളിച്ചുകളികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന കഥകൾ സൂചിപ്പിക്കുന്നത്. ഇരുതോണിയിലും കാലിട്ട് ജീവിക്കുന്ന ജോർദാനിൽ നിന്നുള്ള വാർത്തകളാണ് ഇന്ന് ആദ്യം വേൾഡ് ഇൻ വേർഡ്സിൽ. ഈജിപ്തിലെ പിരമിഡുകൾക്കടിയിൽ നഗരങ്ങളുണ്ടായിരുന്നുവെന്ന ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തലും അതൊരു തട്ടിപ്പാണെന്ന മറുവാദവും രണ്ടാമത്തെ വാർത്ത. മൂന്നാമതായി, അന്യായമായി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വ്യക്തിക്ക് ജപ്പാൻ നൽകുന്ന നഷ്ടപരിഹാരത്തെക്കുറിച്ചുള്ള വാർത്തയും. ഹമാസിന്റെ സൈനിക വിഭാഗത്തിലെ 3000-ഓളം അംഗങ്ങളെ ഗസ മുനമ്പിൽ നിന്നും നാടുകടത്താനുള്ള നീക്കവുമായി ജോർദാൻ മുന്നോട്ടു പോകുന്നതായി റിപ്പോർട്ടുകൾ. സൈനിക നേതാക്കളും സാധാരണക്കാരും ഒക്കെ ഈ പദ്ധതിക്ക് കീഴിൽ വരുന്നുണ്ട് എന്നാണ് സൂചന. ഹമാസിനെ നിരായുധീകരിക്കാനുള്ള വലിയൊരു നീക്കത്തിൻ്റെ തുടക്കമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. ഇതോടെ പ്രദേശത്തെ ഹമാസ് സ്വാധീനം ഇല്ലാതാവുകയും ഫലസ്തീൻ അതോറിറ്റിക്ക് അധികാരം ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണത്രേ പദ്ധതി. ഫലസ്തീനുമായി എത്തിയ വെടിനിർത്തൽ കരാർ ലംഘിച്ച് വീണ്ടും ഇസ്രായേൽ ബോംബ് വർഷവും കൂട്ടക്കൊലയും ആരംഭിച്ചതോടെയാണ് മധ്യസ്ഥ ശ്രമം എന്ന നിലയിൽ പുതിയ വാദഗതികൾ മേഖലയിൽ ഉയരുന്നത്. നോമ്പിനുള്ള പുലർച്ചെ ഭക്ഷണം കഴിക്കാനൊരുങ്ങിയ ഫലസ്തീനികളെ കൊന്നൊടുക്കിയാണ് പുതിയ ആക്രമണത്തിന് ഇസ്രായേൽ തയ്യാറായത്. അതോടെ വെടിനിർത്തൽ കരാർ ഏതാണ്ട് അവസാനിച്ച മട്ടായി. ബന്ദികളെ വിട്ടുകൊടുക്കലും സമാധാനം പുനഃസ്ഥാപിക്കലും എല്ലാം കടം കഥകളായി മാറി. ഇതിനിടയിലാണ് പശ്ചിമേഷ്യയിലേക്കുള്ള അമേരിക്കൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് പുതിയൊരു നിർദ്ദേശം മുന്നോട്ട് വച്ചത്. ഹമാസിന് ഗസ ഭരിക്കാൻ കഴിയില്ലെന്നും അവരെ നിരായുധീകരിക്കണം എന്നും. വെടിനിർത്തൽ പദ്ധതിയുടെ ബ്രോക്കറായിരുന്നു ഇദ്ദേഹം. അതേതായാലും നടക്കില്ലെന്ന് കണ്ടതോടെയാണ് പുതിയൊരു വാദവുമായി അദ്ദേഹം മുന്നോട്ട് വന്നത്. ഇസ്രായേൽ ആവട്ടെ കുറെ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണത്. ഹമാസ് നേതാക്കളെ നാട് കടത്തിയാൽ തങ്ങൾ യുദ്ധം നിർത്തിക്കൊള്ളാം എന്ന്. അവർക്ക് സമാധാനപരമായി നാടുവിടാൻ അവസരം കൊടുക്കാം എന്ന വാഗ്ദാനവും ഇസ്രായേൽ മുന്നോട്ട് വച്ചിരുന്നു. അതിനാണിപ്പോൾ ജോർദാനും സഹായിക്കാമെന്ന് പറഞ്ഞതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ തന്നെ ഗസയിലെ മുഴുവൻ ആളുകളെയും ഒഴിപ്പിച്ച് അവിടം വിനോദസഞ്ചാര കേന്ദ്രമാക്കുന്നത് ഉൾപ്പെടെയുള്ള പരിപാടികളെക്കുറിച്ച് സംസാരിച്ചിരുന്നു. കുടിയൊഴിപ്പിക്കപ്പെടുന്ന ആളുകളെ ജോർദാൻ സ്വീകരിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു. ട്രംപിന്റെ നിർദ്ദേശം തള്ളാനും കൊള്ളാനും കഴിയാത്ത അവസ്ഥയിലാണ് ജോർദാൻ ഉള്ളത്. ഫലസ്തീനികൾ അവിടെ നിന്ന് ആട്ടിയോടിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ വേണ്ടി വന്നാൽ യുദ്ധം ചെയ്യുമെന്നൊക്കെ പറയാൻ ജോർദാൻ ആഗ്രഹമുണ്ടെങ്കിലും സമാധാനപരമായ പരിഹാരമാണ് തങ്ങൾക്ക് ഇഷ്ടമെന്നേ അവർ പറയാറുള്ളൂ. ജോർദാൻ രാജാവ് അബ്ദുള്ള വൈറ്റ് ഹൗസിൽ ചെന്ന് ട്രംപിനെ കണ്ട ശേഷം ശബ്ദത്തിന് കൂടുതൽ മയം വന്നിട്ടുണ്ട് എന്നാണ് വിമർശകപക്ഷം. ഹമാസ് ആവട്ടെ ഇസ്രായേലി അധിനിവേശം തുടരുന്ന കാലത്തോളം തങ്ങൾ ആയുധം കയ്യിലെന്തും എന്ന് തന്നെയാണ് പ്രഖ്യാപിക്കുന്നത്. അതേസമയം ജോർദാൻ വിദേശകാര്യമന്ത്രി കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് ഹമാസിനെതിരായ അത്തരമൊരു നീക്കത്തെക്കുറിച്ച് തങ്ങൾ ആലോചിച്ചിട്ടേ ഇല്ല എന്നാണ്. ഫലസ്തീനികൾക്ക് സ്വന്തമായി ഭൂമിയും രാജ്യവും വേണമെന്ന് തന്നെയാണ് തങ്ങളുടെ എന്നത്തെയും നിലപാടെന്നും ഇദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. ഈജിപ്തിലെ പിരമിഡുകൾക്കിടയിൽ വിശാലമായ നഗരങ്ങൾ കണ്ടെത്തിയതായി ശാസ്ത്രജ്ഞർ. റഡാർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തിയ ഗവേഷണത്തിലാണ് 10,000-കണക്കിന് അടി താഴെ നിന്നുള്ള നഗരചത്വരങ്ങളുടെ ചിത്രങ്ങൾ കിട്ടിയത് എന്നാണ് അവകാശവാദം. അതേസമയം സംഗതി തട്ടിപ്പാണെന്ന വാദവുമായി ചില പുരാവസ്തു ഗവേഷകരും രംഗത്തെത്തിയിട്ടുണ്ട്. സ്കോട്ട്ലൻഡിലെ സ്ട്രാത്ക്ലൈഡ് സർവകലാശാലയിലെ ഫിലിപ്പോ ബിയോണ്ടിയും ഇറ്റലിയിലെ പിസ സർവകലാശാലയിലെ കൊറോഡ മലങ്കയും ചേർന്നാണ് ഈ പരീക്ഷണങ്ങൾ നടത്തിയത്. പിരമിഡുകൾക്ക് താഴെ 2100 അടിയിലധികം താഴ്ചയിൽ വ്യാപിച്ചു കിടക്കുന്ന 8 വ്യത്യസ്ത ലംബ സിലിണ്ടർ ആകൃതിയിലുള്ള പുരാവസ്തുക്കൾ ഗവേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് അവകാശവാദം. 4000 അടി താഴ്ചയിൽ മറ്റ് നിരവധി തിരിച്ചറിയപ്പെടാത്ത രൂപങ്ങളും കണ്ടെത്തിയിട്ടുണ്ടത്രേ. പിരമിഡിനകത്ത് റൂമുകളെ പോലെയുള്ള 5 ചെറിയ നിർമ്മിതികളും റഡാറുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും അവകാശവാദമുണ്ട്. പക്ഷേ ഈജിപ്തിലെ പുരാവസ്തു വകുപ്പ് മുൻമന്ത്രിയും പിരമിഡുകളെക്കുറിച്ച് അറിവുമുള്ള സാഹി ഹവാസ് ഈ കണ്ടുപിടുത്തങ്ങളെയെല്ലാം തള്ളിക്കളയുകയാണ്. ശാസ്ത്രീയമായി തെളിയിക്കാനാവാത്ത ഇതെല്ലാം ഉറപ്പിച്ചു പറയാൻ വയ്യ, ഇത് പൂർണ്ണമായും തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തയുമാണെന്നും അദ്ദേഹം പറഞ്ഞു. പിരമിഡിനുള്ളിൽ റഡാർ ഉപയോഗിച്ച് പരീക്ഷണം നടത്താനാവില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. റഡാർ സ്പെഷ്യലിസ്റ്റായ ലോറൻസ് കൊനൈസ് ആവട്ടെ ഇതെല്ലാം വമ്പിച്ച ഒരു അതിശയവൽക്കരണമാണെന്നാണ് പറഞ്ഞത്.
ശാസ്ത്രജ്ഞൻ പറഞ്ഞ പ്രകാരമുള്ള അത്രയും ആഴത്തിൽ നിന്നും ചിത്രങ്ങൾ എടുത്ത് അയക്കാനാവില്ലെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. സ്വതന്ത്രവും ശാസ്ത്രീയവുമായ പഠനത്തിലൂടെ മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താനാവൂ. പിരമിഡുകൾക്കടിയിൽ ഒരു നഗരമുണ്ടായിരുന്നുവെന്നാണ് കണ്ടെത്തലെങ്കിൽ അതൊരു പുതിയ ചരിത്രത്തിലേക്കുള്ള വഴിത്തിരിവാകാനാണ് സാധ്യത. ലോകത്ത് ഏറ്റവും കൂടുതൽ കാലം വധശിക്ഷ കാത്തു കഴിഞ്ഞ ആൾ ആരാണ് എന്നതിന് സംശയം വേണ്ട. അത് ജപ്പാനിലെ ലുവ ഹക്മത എന്ന ആളാണ്. 40 വർഷമാണ് അദ്ദേഹം ജയിലിൽ കഴിഞ്ഞത്. തടവിൽ കിടന്ന ഓരോ ദിവസത്തേക്ക് 12,500 yen വീതം അദ്ദേഹത്തിന് നഷ്ടപരിഹാരം നൽകാൻ കോടതി വിധിച്ചിരിക്കുകയാണ് ഇപ്പോൾ. ഇതും റെക്കോർഡാണെന്ന് വാർത്തകൾ സൂചിപ്പിക്കുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ അഭിഭാഷകർ പറഞ്ഞത് അദ്ദേഹം അനുഭവിച്ചത് വെച്ച് നോക്കുമ്പോൾ ഈ തുക തീർത്തും അപര്യാപ്തമാണെന്നാണ്. 1966 ഒരു കൊലപാതകത്തിന്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ട അദ്ദേഹത്തെ കഴിഞ്ഞ വർഷം 89-ാം വയസ്സിലാണ് വിട്ടയച്ചത്. അദ്ദേഹത്തെ ശിക്ഷിച്ച ഷിസുഓക്ക ജില്ലാ കോടതി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മേലുള്ള കുറ്റം കെട്ടിച്ചമച്ചതാണ് എന്ന് കണ്ടെത്തി വിട്ടയച്ചുകൊണ്ടുള്ള വിധി പുറപ്പെടുവിച്ചതും. നന്ദി.